ചിത്രോദയം സ്നാപ്പ് ന്യൂസിലേക്ക് സ്വാഗതം. നീറ്റ് UG പരീക്ഷാ ചോദ്യപേപ്പർ ചോദ്യവിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗനം പാലിക്കുന്നതിനെ വിമർശിച്ച് രാഹുൽ ഗാന്ധി. ബീഹാർ, ഗുജറാത്ത്, ഹരിയാന എന്നിവിടങ്ങളിലെ അറസ്റ്റുകൾ നീറ്റ് പരീക്ഷ പ്രക്രിയയിൽ ആസൂത്രിതവും സംഘടിതവുമായ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ചോദ്യപേപ്പർ ചോർച്ചയുടെ പ്രഭവ കേന്ദ്രമായി മാറി. 24 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളുടെ ഭാവി അപകടത്തിലാക്കുന്ന വിഷയത്തിൽ പ്രധാനമന്ത്രി മൗനം പാലിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. തങ്ങളുടെ പ്രകടന പത്രികയിൽ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശനമായ നിയമങ്ങൾ കൊണ്ടുവന്ന് യുവതയുടെ ഭാവി സംരക്ഷിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. പ്രതിപക്ഷമെന്ന നിലയിൽ തങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റും. രാജ്യത്തെ യുവതയുടെ ശബ്ദം തെരുവുകൾ മുതൽ പാർലമെന്റ് വരെ ഉയർത്തും. കർശന നയങ്ങൾ വികസിപ്പിക്കാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താനും പ്രതിജ്ഞാബദ്ധരാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. നീറ്റ് UG പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി NDAക്ക് നോട്ടീസ് അയച്ചതിന് പിന്നാലെയാണ് വിമർശനം. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ 0.01% വീഴ്ച ഉണ്ടായെങ്കിൽ പോലും നടപടി വേണം എന്നും പരീക്ഷ നടത്തിപ്പിൽ പിഴവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ NDA തിരുത്താൻ തയ്യാറാകണമെന്നും സുപ്രീം കോടതി പറഞ്ഞിരുന്നു. ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് UG പരീക്ഷയിൽ ഇത്തവണ 67 പേരാണ് 1ാം റാങ്ക് നേടിയത്. ഇത്രയേറെ പേർ 1ാം റാങ്ക് നേടുന്നത് ആദ്യമായാണ്. ഹരിയാനയിലെ ഒരു സെന്ററിൽ നിന്ന് മാത്രം 6 പേർക്ക് മുഴുവൻ മാർക്കും ലഭിച്ചതായി ആരോപണം ഉയർന്നിരുന്നു. 2020 2 പേർക്കും 2021 3 പേർക്കും 2023 2 പേർക്കുമാണ് മുഴുവൻ മാർക്ക് ലഭിച്ചത്. 2022 4 പേർ 1ാം റാങ്ക് നേടിയിരുന്നെങ്കിലും 715 ആയിരുന്നു സ്കോർ. ഇത്തവണ 1ാം റാങ്കിൽ മാത്രമല്ല താഴെയുള്ള മറ്റ് റാങ്കുകളിലും സ്കോർ ഉയർന്നതാണ്. ആരോപണങ്ങൾ ശക്തമായതോടെ 44 പേർക്ക് മുഴുവൻ മാർക്കും കിട്ടിയത് ഗ്രേസ് മാർക്കിലൂടെയാണെന്ന് NITA ചെയർമാൻ സുബോധ് കുമാർ സിംഗ് പറഞ്ഞു. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്ന് തുറന്ന് സമ്മതിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പരീക്ഷയുമായി ബന്ധപ്പെട്ട ചില ക്രമക്കേടുകൾ പുറത്തു വന്നിട്ടുണ്ടെന്നാണ് കേന്ദ്രമന്ത്രി വാർത്താ ഏജൻസിയായ NIAയോട് പ്രതികരിച്ചത്. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം 1563 ഉദ്യോഗാർത്ഥികളുടെ പുനഃപരീക്ഷയ്ക്ക് ഉത്തരവിട്ടിട്ടുണ്ട്. 2 ഇടങ്ങളിലെ പരീക്ഷയിൽ ചില ക്രമക്കേടുകൾ നടന്നതായി പുറത്തു വന്നിട്ടുണ്ട്. ഈ വീഴ്ച ഗൗരവത്തോടെയാണ് സർക്കാർ എടുത്തിരിക്കുന്നതെന്ന് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഉറപ്പു നൽകുന്നു, കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞു. രാജ്യവ്യാപകമായി മത്സര പരീക്ഷകൾ നടത്താൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള സ്വയംഭരണ സ്ഥാപനമായ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ വളരെയധികം മാറ്റങ്ങൾ ആവശ്യമാണെന്ന് പ്രധാൻ അഭിമുഖത്തിൽ വ്യക്തമാക്കി. NDAയിലെ ഏത് വൻകിട ഉദ്യോഗസ്ഥർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാലും അവരെ വെറുതെ വിടില്ല. സർക്കാരിന് ഇക്കാര്യത്തിൽ ആശങ്കയുണ്ട്. ഒരു കുറ്റവാളിയും രക്ഷപ്പെടില്ല. അവർക്ക് ഏറ്റവും കഠിനമായ ശിക്ഷ ലഭിക്കുമെന്ന് ഉറപ്പാക്കുമെന്നും പ്രധാൻ കൂട്ടിച്ചേർത്തു. മെയ് 5-ന് 4750 കേന്ദ്രങ്ങളിലായി നടന്ന നീറ്റ് പരീക്ഷയിൽ 24 ലക്ഷത്തോളം വിദ്യാർത്ഥികളായിരുന്നു പങ്കെടുത്തത്. ജൂൺ 14-ന് ഫലം പ്രഖ്യാപിക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും പൊതു തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ച ജൂൺ 4-ന് നീറ്റ് ഫലവും പ്രഖ്യാപിച്ചു. ഇതിൽ തന്നെ ക്രമക്കേട് ആരോപിക്കുന്നുണ്ടെങ്കിലും ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയം നേരത്തെ പൂർത്തിയാക്കിയതിനാലാണ് അന്ന് ഫലം പുറത്തുവിട്ടതെന്നാണ് NDA അധികൃതർ വ്യക്തമാക്കുന്നത്. ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിൽ ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായതായി വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ആരോപണം ഉയർത്തിയതിന് പിന്നാലെയാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നത്. പരീക്ഷ എഴുതിയ 1563 വിദ്യാർത്ഥികൾക്ക് നൽകിയ ഗ്രേസ് മാർക്ക് റദ്ദാക്കിയതായി കേന്ദ്രവും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും വ്യാഴാഴ്ച സുപ്രീം കോടതിയെ അറിയിച്ചു. ഇവർക്ക് ഒന്നുകിൽ വീണ്ടും പരീക്ഷ എഴുതുകയോ അല്ലെങ്കിൽ ഗ്രേസ് മാർക്ക് ഒഴിവാക്കിയിട്ടുള്ള മാർക്ക് സ്വീകരിക്കുകയോ ചെയ്യാമെന്നും കോടതി അറിയിച്ചിട്ടുണ്ട്. വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൗനത്തെ ചോദ്യം ചെയ്ത കോൺഗ്രസ് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഫോറൻസിക് അന്വേഷണത്തിന് മാത്രമേ ലക്ഷക്കണക്കിന് യുവ വിദ്യാർത്ഥികളുടെ ഭാവി സംരക്ഷിക്കാൻ കഴിയൂ എന്ന് വാദിച്ചു.